എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം മഞ്ഞ് വീഴ്ചയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളെ ചെറിയ ക്യാമറവാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു ക്യാമറവാനാണ്. എല്ലാവിധ ഫെസിലിറ്റികളും ഉള്ള ചെറിയൊരു ക്യാമറവാൻ. ഇന്ന് നമ്മൾ നല്ലൊരു കട്ടണം വെച്ച് നമ്മുടെ നാട്ടിലെ ഭക്ഷണമായ ഇലയട, നല്ല ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. തേങ്ങയും വെള്ളമൊക്കെ വെച്ച് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതും കഴിച്ച് കട്ടൻ വെച്ചിട്ടുണ്ട്. കട്ടണം കുടിച്ച് കുറച്ചും കൂടി മഞ്ഞും കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. എന്തോ കയറ്റുമായിരുന്നു. താമരശ്ശേരി ചുരം പോലെ ഇത്രയും കയറ്റുമില്ല. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യസമയത്തിനാണ് വന്നത്. വണ്ടി നമ്മൾക്ക് അങ്ങോട്ട് അത്രയേ ഉള്ളൂ, കാടാണ്. ഈ ഭാഗങ്ങളൊക്കെ കാടാണ്. അപ്പോൾ നമ്മൾക്ക് ഇവനെ വളച്ച് ഇങ്ങോട്ട് വെക്കാം, ഇവിടെ ഇരിക്കാം. ഇതുണ്ട്, ഇത്രയും ഭാഗം നല്ല സ്ഥലമുണ്ട്. നമ്മൾക്ക് ഇങ്ങോട്ട് കയറ്റിയിടുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ സൈഡിലോട്ടിരിക്കാം. ഉച്ചയ്ക്കൊക്കെ കട്ട ചൂടാണ്. സൂര്യാസ്തമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കുറച്ച് നല്ല തണുപ്പായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ വണ്ടിയെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി അറിയാലോ, ബാക്ക് എഞ്ചിനാണ്. അത് കാരണം ഇതിൻ്റെ ഹീറ്റ് കൂടുതൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അകത്തോട്ട് കയറി വരും. അപ്പോൾ വൈകുന്നേരം നമ്മൾ തുറന്നിടുവാണെങ്കിൽ രാത്രിയിലോട്ട് നമ്മളെ നല്ല വണ്ടി മൊത്തത്തിൽ നല്ല തണുത്ത് കിട്ടും. വേണമെങ്കിൽ കുളിക്കാം കേട്ടോ, കുളിച്ചൊക്കെ അടിപൊളിയാകാം. വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ട്, ബാക്കിൽ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് എഞ്ചിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു ചെറിയ ഇളം ചൂടോടുകൂടി കുളിക്കാം. മഴക്കാരൊക്കെ തീരെ കുറവാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട്, അടിപൊളി. ഇന്ന് നമ്മൾക്ക് പുറത്തിരുന്ന് കുക്ക് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾക്ക് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് സുഖമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് വെച്ച് ടെൻറ്റിനകത്ത് സുഖമായിട്ട് കിടക്കാം. ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട്, ആവശ്യത്തിന് പവറുണ്ട്, 2 ബാറ്ററി ഉണ്ട് ഇതിനകത്ത്, സോളാർ പവേർഡാണ്, വെള്ളമുണ്ട്. സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് കിടന്നുറങ്ങാം. ഇന്ന് നമ്മൾ വണ്ടിക്കകത്താണ് കേട്ടോ. അതേപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കണമല്ലോ. നമ്മൾക്കൊരു കട്ടണം അടിച്ചിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ സ്വന്തം ഐറ്റമായ ഇലയിലുണ്ടാക്കുന്ന അടയുണ്ടാക്കി കഴിക്കാം. നമുക്ക് അടയുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തേങ്ങയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് പൊട്ടിക്കാനായിട്ട് വണ്ടി കെട്ടി വലിക്കുന്ന ഈ ടൂളുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ഐറ്റമൊക്കെ വണ്ടിയിൽ വയ്ക്കണം കേട്ടോ, പെട്ടെന്ന് എടുക്കാവത്തക്ക രീതിയിൽ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, വണ്ടി ലോക്കാവുകയാണെങ്കിൽ സൈഡ് ഗ്ലാസ് ഒക്കെ തല്ലിപ്പൊട്ടിക്കാൻ നല്ല സാധനമാണിത്. പിന്നെ അത്യാവശ്യം സേഫ്റ്റിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചോളുക, തന്നെയൊക്കെ നടക്കുന്നവർ. തന്നെ അല്ല ഗ്രൂപ്പാണെങ്കിൽ എവിടേക്കാണ് ലോങ് അടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള സാധനം ലിവറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരെണ്ണം കൈ വെച്ചോളുക. നമുക്ക് നോക്കാം ഇതും കൊണ്ട് പൊട്ടുപോകുന്നു. നല്ല വെയിറ്റുള്ള സാധനമാണ്. കറക്റ്റ് സെൻറ്ററാണ് കേട്ടോ, ആയുധം കൊള്ളാം. നല്ല മധുരം. സംഭവം മഴയുടെ സീനൊന്നുമില്ല. ആ ഭാഗങ്ങളിൽ നല്ല മഴക്കാറുണ്ട്, ഇവിടെയുണ്ട്, നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട്. അമ്പിളിയമ്മവനുണ്ടല്ലോ. നമുക്കാദ്യം ഈ പൊടിയൊന്ന് സെറ്റാക്കി എടുക്കാം. എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ച് എഴുതി വെച്ച്
എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്. നല്ല ചുമന്ന ആകാശം അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഈ സ്ഥലം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ക്യാമ്പ് ചെയ്തതാണ്. ഇതാ ഈ ഭാഗത്തായിട്ട് ക്യാമ്പ് ചെയ്തതാണ്. അന്ന് രാത്രിയായപ്പോൾ അങ്ങ് മഴയായിരുന്നു. മഴ പെയ്ത് ഇത് നിൽക്കണ്ടേ, നേരം വെളുക്കോളം മഴ. നമ്മളുടെ ടെൻറ്റ് കുറച്ച് പഴയതായ കാരണം അതിൻ്റെ അടിയിൽ ചെറിയ പൊട്ടലുണ്ട്. അതിനകത്തൂടെ ചെറുതായിട്ട് വെള്ളം മുകളിലോട്ട് കയറി വരും. ഇനിയിപ്പോൾ മഴ വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാനോ അവിടെയുണ്ട്. നാനോയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊരു ഓട്ടോറിക്ഷയ്ക്ക് വില ചോദിക്കുക. ഞാൻ ആദ്യം ക്യൂട്ടുണ്ടല്ലോ, ബജാജിൻ്റെ ക്യൂട്ട്, നമ്മൾക്ക് എന്തായാലും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരെണ്ണം എടുക്കണമെന്നുണ്ടായിരുന്നു. ക്യൂട്ടിന് വില ചോദിച്ചു. 3.3 lakhs സംതിങ് ആവും അതിന് ഓൺ ദ റോഡ്. ഇത് നോക്കുക, വളരെ തുച്ഛമായ പൈസയ്ക്ക് നമ്മൾ ഒപ്പിച്ച സാധനമാണ്. 4 അലോയ് വീൽസൊക്കെ ഉണ്ട്, AC വർക്കിംഗ് ആണ്. പിന്നെ ബോഡിക്ക് അധികം അടിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനങ്ങ് എടുത്ത് തീർത്തു. ചെറിയ പൈസ ആകത്തുള്ളൂ. ഞാൻ ലൈറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഉണ്ട്. നല്ല 15 LED നല്ല ബ്രൈറ്റായിട്ടുള്ള നല്ല ലൈറ്റാണ്. ഇത് തന്നെയാണ് നമ്മൾ ടെൻറ്റിൽ ഉപയോഗിക്കുന്നത്. തേങ്ങ ഒന്ന് ചുരണ്ടെടുക്കാം. ഇതാണ് നമ്മുടെ ആയുധം. നമ്മുടെ വണ്ടിയിൽ ഒരു സാധനത്തിൻ്റെ കുറവുണ്ട്, ഒരു ക്യാമറ വയ്ക്കണം. ഞാനിപ്പം നോക്കി വെച്ചിട്ടുണ്ട് സംഭവം. ഡാഷ് ക്യാമിന് നല്ല വിലയാണ്. നമ്മൾക്ക് സാധാരണ സെക്യൂരിറ്റി ക്യാമറ ഉണ്ടല്ലോ, അത് വണ്ടിക്കകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ചേർണ്ട, നല്ലപോലെ ഇരിക്കട്ടെ, നല്ല മധുരം. നമുക്ക് വെള്ളം ഇടാം. പാം ജാങ്കരിയാണിത്. കരിപ്പെട്ടിയാണെങ്കിൽ ആ കരിപ്പെട്ടി അങ്ങനെ കിട്ടാനൊന്നുമില്ല. നല്ലത് ഈ സാധനം തന്നെ കുറച്ച് കളറൊക്കെ ചേർത്ത് നമുക്ക് തരും, കരിപ്പെട്ടിയെന്നും പറഞ്ഞു. ഇത്ര വേണോ? ഇതിൻ്റെ ഒരു പ്രശ്നം ഈ സൗണ്ട് മാത്രമാണ്. എന്നാ ടെമ്പറേച്ചറാണെന്ന് കണ്ടോ? നമുക്ക് ചെറിയ നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാം. കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് വേണം. സ്റ്റൗവിനെന്തോ ഒരു ചെറിയൊരു മുക്കലോ. സ്റ്റൗവിനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ. അതിന് ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് കാര്യമില്ല, വീട്ടിൽ പോയി നോക്കാം. തേങ്ങ ഇച്ചിരി അധികം വെച്ചിട്ടുണ്ട്. എന്തായാലും വെള്ളം തിളച്ചായിരുന്നു. നമ്മുടെ മൾട്ടി ഫ്യൂൽ സ്റ്റൗവിന് ചെറിയ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് കരട് കയറുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് 2 എണ്ണം ഉണ്ട്. ഒരു വഴിക്ക് പോകുമ്പോൾ 2-3 എണ്ണം കൊണ്ടുവന്നാൽ നല്ലതാണ്. അതിപ്പോൾ നല്ല വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ ആവി വരുന്നുണ്ടോ? പുള്ളി സൗണ്ട് ആക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് അകത്തോട്ട് കയറി വന്ന കാരണമേ ആൾക്കാർ ഇത്രയും ദൂരം വരത്തില്ല. ഉണ്ടോ? നല്ല
ലൈറ്റാണ്. നമ്മുടെ സംഭവം ചെറിയ സ്റ്റീമിലത് വിസിലടിക്കും ചെറുതായിട്ട്. നല്ല തണുപ്പുണ്ട്. പുള്ളിക്കാരൻ അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലിയൊക്കെ വരുന്നുണ്ടോ ആവോ? പുലിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമ്പിങ്ങിന് വന്നതാണ് കേട്ടോ. കടുവയോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് അവിടെ കിടന്നുറങ്ങും. ദയവ് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യുക. അല്ല, ഇങ്ങനെ നോക്കിയിട്ട് എന്താ കാര്യം? ചങ്ങായി വരുന്നതെന്ന് അറിയാൻ പോലും പറ്റത്തില്ല. ഇവിടെ പിന്നെ പന്നിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സംഭവം ആയിട്ടുണ്ടോ? ഇനി നമുക്ക് ഇവനെ ഇറക്കി വെക്കാം. ഇത്തേ വെക്കാൻ പറ്റില്ല, നമുക്ക് താഴെ വെക്കാം. ഇനി കട്ടനുള്ള ഏർപ്പാടാണ്. ഈ കട്ടൻ തിളച്ച് പരുവാകുമ്പോഴേക്കും ആ സംഭവം കുറച്ച് ചൂടാറും. അട റെഡിയായി. കട്ടൻ തിളച്ചുകൊണ്ടിരിക്കുന്നു. വാവ്, നല്ല തണുപ്പായിട്ടുണ്ട്. അവിടെ നിന്ന് എന്തോ ഒരു വിചിത്ര ജീവി, കോഴിയോ? ഇനി കാലം കോഴി എന്നുള്ള സാധനമാണോ? കുറുന്ന് കേട്ടോ, ഒരു സൗണ്ട് കേട്ടോ. വാവ്, നിലാവ് കൂടി വരുന്നുണ്ട്. ഇപ്പോഴും നല്ല വെളിച്ചമായി കേട്ടോ. നമ്മുടെ ലൈറ്റ് ഉണ്ടോ ഇവിടെ എനിക്ക് ചുറ്റോടെ മൊത്തം കാണുന്നുണ്ട്. ഇവിടെ ഈ പുല്ലൊക്കെ മൊത്തം വെളിച്ചമുണ്ട്. ലൈറ്റ് ഇതിൽ പോരാ. ഇതിൻ്റെ ബാക്കിൽ ചുറ്റും ഒരു 5-6 ലൈറ്റും കൂടി ഇടണം. കാപ്പി റെഡി. നല്ല ചൂടാണല്ലോ. നല്ല കട്ടനായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഇലയുടെ ആയിട്ടുണ്ട്. നിലാവ് 3/4 ഭാഗമേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല പൗർണമിക്കൊക്കെ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല ഇരുട്ടാണെങ്കിൽ പേടിയാവും. ഇപ്പം വണ്ടി ആയ കാരണം കുഴപ്പമൊന്നുമില്ല. കഴിക്കല്ലേ. വാഴയിലേക്ക് തന്നെ നല്ലൊരു സ്മെല്ലാണ് അത് വേകുമ്പോൾ. എന്തായാലും വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുക്കിങ്ങൊന്നും അറിയണ്ടല്ലോ. ഇനി വെന്ത് പോയി കരിഞ്ഞു പോയി എന്നൊന്നും പ്രശ്നമില്ല. നമ്മളിതിൻ്റെ അകത്ത് വെച്ച സംഭവം കൊള്ളാതെ. ശരിക്കും ഈ തേങ്ങയും വെല്ലവും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. കൊള്ളാം. വീട്ടിൽ നിന്ന് വെച്ചാൽ ഇത്രയും ടേസ്റ്റില്ല. കൊള്ളാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമല്ലേ. നമ്മളെപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ നല്ലത് നോക്കി കഴിക്കും. സ്റ്റീമിലുണ്ടാക്കുന്ന എല്ലാം നല്ലതാണ്. കൊള്ളാം. ഇത് നമ്മളെ തന്നെ കപ്പിക്കുരുവാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ വെച്ചിരിക്കുന്നത് നല്ല പവറുള്ള 2 ലൈറ്റ്സാണ്. എന്നാലും ലൈറ്റ് കുറച്ച് കുറവുള്ള പോലെ. ഒരു 2 കൂടി ആഡ് ചെയ്യണം. ഞാനിപ്പോഴാണ് അകത്തെ ലൈറ്റ്സ് ഓണാക്കിയത്. അകത്ത് നല്ല ബ്രൈറ്റുള്ള നല്ല ലൈറ്റ്സും ഉണ്ട്. അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിലേ അകത്ത് പ്രാണിയെല്ലാം കയറിക്കൂടും. ഇന്ന് പൊതുവേ പ്രാണി കുറവാണ്. അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെയൊക്കെ ചുറ്റും ഭയങ്കര പ്രാണിയായിരിക്കണം. അപ്പോഴിനി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ലൈറ്റ്സൊക്കെ എടുത്ത് അകത്തോട്ട് സെറ്റ് ചെയ്യാം. പുലിയൊക്കെ വരുമോ?
പുലി വന്ന ഒരു പ്രശ്നമുള്ളത് ഈ ഗ്ലാസ് ഒന്ന് നോക്കണം, ചിലപ്പോൾ അമ്മ അടിച്ച് പൊട്ടിക്കും. അത് ഇതുണ്ടോ മഞ്ഞ് വീണേക്കുന്നേ, വെള്ളം ചുമ്മാണ്ടല്ലേ നമ്മൾ പുറത്തിരുന്നിട്ട്. ഇതുണ്ടോ ഗ്ലാസ്സിന് നമുക്കേ കൂളിംഗ് ഒട്ടിക്കണം, അതാകുമ്പോൾ അടിച്ച് പൊട്ടിച്ചാലും പൊട്ടി അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോഴേ എല്ലാ സാധനങ്ങളൊക്കെ അകത്തോട്ട് എടുത്ത് വെച്ചല്ലേ, നമുക്കിനി ഉറങ്ങാം. പുറമേ നല്ല നിലാവാണ് കേട്ടോ, നല്ല പുറത്തോട്ട് നല്ല അങ്ങോട്ട് നോക്കി ഇവിടുന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ ആ പുല്ലെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ബെഡ് റെഡിയാക്കിയിരിക്കുന്നത്. സീറ്റ് മൊത്തമായിട്ട് ഫോൾഡ് ചെയ്യുന്നു, സുഖമായിട്ട് ഇവിടെ കിടക്കുന്നു. ഇവിടെ കാല് വെക്കാനായിട്ട് അവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൊത്തം ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കാല് വയ്ക്കണമല്ലോ, അതിന് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ച് മുമ്പിൽ വെച്ചതിന് ശേഷം ചെറിയൊരു വുഡ് പീസ് എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അതിനൊരു കുഷീൻ അടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിവിടെ ഫിറ്റ് ചെയ്തേക്കുന്നൊന്നുമല്ല, നമ്മുടെ ലഗേജിൻ്റെ മുകളിൽ ഇതിൻ്റെ താഴെ ജാക്കുണ്ട്. ജാക്കിലും അവിടെ ഒരു നമ്മുടെ ലഗേജിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അതെല്ലാം കൂടി ചുമ്മാ വെച്ചിരിക്കുന്നതാണ്, ഫിറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ അധികം ആഡംബരമൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ നമ്മൾ ലക്ഷറി ടാക്സ്, ആഡംബര നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ആഡംബര നികുതി അടച്ച് നമ്മൾ വണ്ടി ക്യാമ്പർ വാൻ അല്ലെങ്കിൽ കാരവാൻ കാറ്റഗറിയിലോട്ട് ആക്കണം. അതിപ്പം നിങ്ങൾ ചെറിയ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്താലും വലിയ രീതിയിൽ ചെയ്താലും എല്ലാം ഒരേ ടാക്സാണ് കൊടുക്കേണ്ടത്. അപ്പോഴിപ്പം നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിടുക, സുഖമായിട്ട് ഇതിനകത്ത് കിടക്കുക. പിന്നെ ഞാനിപ്പം ഇതിനകത്ത് കാണിക്കുന്നുണ്ടോ, ഇത് ഒരു ബ്ലാങ്കറ്റാണ്, മൈക്രോ ഫൈബറാണിത്. കോട്ടൻ്റെ വാങ്ങിക്കരുത്, ഹെവി വിൻ്ററിൻ്റെ ഡബിളാണിത്, ഡബിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ വലിയ സൈസാണിത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 3-4 ലെയറായിട്ട് മടക്കിയതിന് ശേഷം ഇവിടെ ഇടുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ബെഡൊന്നും വേണ്ട, ഇതൊരു 2 ലെയർ മടക്കി ഇടുമ്പം തന്നെ നല്ലൊരു ബെഡ് പോലെ തന്നെ ആയി കിട്ടും. ഇപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുവിധം ഉഷ്ണിക്കുന്ന കാലാവസ്ഥ, ചൂടുള്ള കാലാവസ്ഥയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മൾക്ക് ഇത് സൈഡാക്കി വെച്ച് രാവിലെ നല്ല തണുപ്പാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കും. അതാ പുറയിലിട്ടേക്കാം. അപ്പോൾ ഇത്രയും സെറ്റപ്പേ ആവശ്യമുള്ളൂ. നമുക്ക് നോക്കാം, സുഖമായിട്ട് എനിക്കിതിനകത്ത് സുഖമായിട്ട് കിടക്കാൻ പറ്റും. ഇത് ഇനിയും പുറകോട്ട് സ്ഥലമുണ്ട്, ഇതുണ്ടോ, ഇനിയും വേണമെങ്കിൽ മുകളിലോട്ട് കയറി കിടക്കാം. പിന്നെ എല്ലാ ഗ്ലാസും ഞാൻ ഓരോ ഇഞ്ച് ഒരു ഇത്രയും, ഇത് നോക്കാം, ഈ കട്ടിങ്ങിൻ്റെ ഇത്രയും 1 ഇഞ്ച് കൂടുതലുണ്ടാവും, അത്രയും താത്തി വെച്ചിരിക്കുകയാണ് എല്ലാ ഗ്ലാസും. നമ്മളത് ഗ്ലാസ്സിൽ വയ്ക്കുന്ന വേറൊരു ഫാനുണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ, അത് നല്ല ചൂടാകുമ്പോൾ എടുത്താൽ മതി, ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോഴുറങ്ങുമല്ലേ, നമ്മൾ അടയും കഴിച്ചു, നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കി കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് 1-2 മണിക്കൂറായി, അതും ചെയ്തു. 2 ലൈറ്റ്സ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ലൈറ്റ്, അവിടെ ഒരു ലൈറ്റ്, അത് 20 രൂപയുള്ളൂ. LED ലൈറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ സ്വിച്ചുകൾ ഞാൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മൾക്ക് ഉറങ്ങാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.